ഹലോ എവ്രി വൺ. നമ്മൾ HSC ഫിസിക്കൽ സയൻസിൻ്റെ സിലബസിലുള്ള 4th മൊഡ്യൂളിൽ സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നോക്കിക്കൊണ്ടിരുന്നത്. ലാസ്റ്റ് നമ്മൾ പറഞ്ഞു നിർത്തിയത് സൂപ്പർ കണ്ടക്ടേഴ്സുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ എന്തൊക്കെയാണ് സൂപ്പർ കണ്ടക്ടേഴ്സ് എന്ന് മനസ്സിലാക്കി, സൂപ്പർ കണ്ടക്ടേഴ്സിൻ്റെ പ്രോപ്പർട്ടി ഉണ്ടാകുന്നതിന് കാരണമായിട്ട് വരുന്ന എന്താണ് എന്ന് മനസ്സിലാക്കി, BCS തിയറി എന്താണ് എന്ന് മനസ്സിലാക്കി. ഇനി നോക്കേണ്ടത് സൂപ്പർ കണ്ടക്ടേഴ്സ് കാണിക്കുന്ന ചില പ്രത്യേക സ്വഭാവങ്ങളെ കുറിച്ചിട്ടാണ്. അതാണ് മെയ്സ്നർ പ്രഭാവം അല്ലെങ്കിൽ മെയ്സ്നർ ഇഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മെയ്സ്നർ ഇഫക്റ്റ് അല്ലെങ്കിൽ മെയ്സ്നർ പ്രഭാവം എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ പ്രത്യേകത അല്ലെങ്കിൽ മെയ്സ്നർ ഇഫക്റ്റ് 1933 കണ്ടെത്തിയത്. അത് കണ്ടെത്തിയത് ഈ പേര് തന്നെയുണ്ട്, മെയ്സ്നർ. അപ്പോൾ മെയ്സ്നർ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റും ഒക്കിൻഫെൽഡ് എന്ന് പറയുന്ന 2 സയൻറ്റിസ്റ്റുകൾ ചേർന്നിട്ടാണ് ഈ പറയുന്ന മെയ്സ്നർ പ്രഭാവം കണ്ടെത്തിയത്. അപ്പോൾ മെയ്സ്നർ എഫക്റ്റ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ സൂപ്പർ കണ്ടക്ടേഴ്സിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടിയുമായിട്ടാണിത് ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് ഓർക്കുക. ഓക്കെ, സോ എന്താണ് മെയ്സ്നർ എഫക്റ്റ്? When a weak magnetic field is applied to a superconducting specimen below transition temperature, it expels the magnetic flux initially held and act as an ideal diamagnet. This phenomenon is called Meissner effect. എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞ കാര്യം, ഒരു നോർമൽ കണ്ടക്ടർ അല്ലെങ്കിൽ സാധാരണ ചാലകം അതിചാലകമായി മാറുന്ന താപനില ഏതെന്ന് നമ്മൾ പറഞ്ഞു. അതിന് നമ്മളൊരു പേരിട്ട് വിളിച്ചു. അതിൻ്റെ പേരാണ് എന്ത്? ട്രാൻസിഷൻ ടെമ്പറേച്ചർ അല്ലെങ്കിൽ സംക്രമണ താപനില എന്ന് നമ്മൾ അതിനെ വിളിച്ചു. ശരിയല്ലേ? ഒരു ചാലകം അതിചാലകമായി മാറുന്ന താപനിലയെ നമ്മൾ സംക്രമണ താപനില എന്ന് വിളിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു സംക്രമണ താപനില അല്ലെങ്കിൽ ക്രിട്ടിക്കൽ താപനില, ആ ക്രിട്ടിക്കൽ താപനിലയ്ക്ക് താഴെ നമ്മുടെ സാധാരണ ചാലകം എന്തായിട്ട് മാറും? സൂപ്പർ കണ്ടക്ടറായിട്ട് മാറും, അല്ലെങ്കിൽ ഒരു അതിചാലകമായിട്ട് മാറും. ഇങ്ങനെയുള്ള ഈ ഒരു അതിചാലകത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു വീക്ക് മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുന്നു. എന്ന് പറഞ്ഞാൽ വളരെ ദുർബലമായ ഒരു മാഗ്നറ്റിക് ക്ഷേത്രം അല്ലെങ്കിൽ മാഗ്നറ്റിക് മണ്ഡലം അല്ലെങ്കിൽ ഒരു കാന്തിക മണ്ഡലം നമ്മൾ കൊടുക്കുകയാണ്. അങ്ങനെ കാന്തിക മണ്ഡലം കൊടുക്കുന്നതിൻ്റെ ഫലമായിട്ട് അത് എന്ത് ചെയ്യും എന്ന് ചോദിച്ചാൽ, അത് അതിന് ഉള്ളിലേക്ക് ഈ പറയുന്ന കാന്തിക ക്ഷേത്രത്തെ പ്രവേശിപ്പിക്കാൻ അനുവദിക്കാതിരിക്കും. അതിനെ വിളിക്കുന്ന പേരാണ് മെയ്സ്നർ എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മെയ്സ്നർ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കംപ്ലീറ്റ് എക്സ്പെൽഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ഒരു സൂപ്പർ കണ്ടക്ടറിൻ്റെ ഉള്ളിൽ നിന്നും മാഗ്നറ്റിക് ഫീൽഡിനെ കംപ്ലീറ്റ് ആയിട്ടും എക്സ്പെൽ ചെയ്യുന്നൊരു പ്രോപ്പർട്ടിയാണ് മെയ്സ്നർ എഫക്റ്റ് എന്ന് ഓർക്കുക. വെൻ ദ അപ്ലൈഡ് ഫീൽഡ് ഈസ് ഗ്രാജുവലി ഇൻക്രീസ്ഡ്. അപ്പം നമ്മൾ പറഞ്ഞു, ഒരു വളരെ ദുർബലമായിട്ടുള്ള ബലമാണ് കൊടുക്കുന്നത്. അത് കുറേശ്ശെ കൊടുക്കുന്നതിനനുസരിച്ച് അത് എന്ത് ചെയ്യും? ഈ സൂപ്പർ കണ്ടക്ടർ അതിൻ്റെ ഉള്ളിൽ നിന്നും ഈ പറയുന്ന മാഗ്നറ്റിക് ഫീൽഡിനെ കടക്കാൻ അനുവദിക്കാതിരിക്കും. അതിനുശേഷം വാല്യൂ നമ്മൾ പിന്നെയും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂ കൂട്ടി ഒരു ക്രിട്ടിക്കൽ ഫീൽഡ് വാല്യൂ, നമ്മൾ നേരത്തെ പറഞ്ഞത് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ആണ്. ഇനി നമ്മളൊരു ക്രിട്ടിക്കൽ ഫീൽഡ് വാല്യൂ പറയുകയാണ്. അതായത് HC എന്ന് പറയുന്ന ഒരു ക്രിട്ടിക്കൽ ഫീൽഡ് വാല്യൂവിലേക്ക് അടുക്കുന്നു. അങ്ങനെയുള്ള ഒരു ക്രിട്ടിക്കൽ ഫീൽഡ് വാല്യൂ എത്തിക്കഴിഞ്ഞാൽ ഈ പറയുന്ന സൂപ്പർ കണ്ടക്ടിവിറ്റി തന്നെ അങ്ങ് നഷ്ടമായി പോകും. അപ്പോൾ സൂപ്പർ കണ്ടക്ടിവിറ്റി നഷ്ടമായാൽ അത് എന്തായി മാറും? അതൊരു നോർമൽ കണ്ടക്ടറായിട്ട് മാറും. അപ്പോൾ ഒന്നുകൂടെ പറയാം. അതിനെ നമ്മൾ ഇപ്പോൾ പറഞ്ഞത് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ബേസിസിലാണ്. ഇനി ഇതിനെ തിരിച്ചു പറയാം. അതായത് നിർണായക ഊഷ്മാവിന് താഴെ, നിർണായക ഊഷ്മാവ് അറിയാം, ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ആണ്. അങ്ങനെയുള്ള ഈ ഒരു ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിന് താഴെ നമ്മൾ ഈ പറയുന്ന ചാലകത്തെ തണുപ്പിക്കുന്നു. അങ്ങനെ ചാലകത്തെ തണുപ്പിക്കുമ്പോൾ അതെന്തായി മാറും? അതൊരു സൂപ്പർ കണ്ടക്ടറിലേക്ക് മാറും. അങ്ങനെ സൂപ്പർ കണ്ടക്ടറിലേക്ക് മാറുന്ന സമയത്ത് നമ്മളൊരു കാന്തിക ക്ഷേത്രത്തെ കൊടുക്കുന്നു. പക്ഷെ ആ കാന്തിക ക്ഷേത്രത്തെ എന്ത് ചെയ്യും ഈ സൂപ്പർ കണ്ടക്ടർ? അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറന്തള്ളുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ സൂപ്പർ കണ്ടക്ടറിൻ്റെ ഉള്ളിൽ നിന്ന് കാന്തിക ക്ഷേത്രത്തെ പുറന്തള്ളുന്ന ആ ഒരു എഫക്റ്റ്, ആ ഒരു പ്രത്യേകതയെ വിളിക്കുന്ന പേരാണ് മെയ്സ്നർ എഫക്റ്റ് എന്ന് പറയുന്നത്. ഇനി ഈ പറയുന്ന കാന്തിക ക്ഷേത്രം കുറവോ ഇല്ലാത്തതോ ആയ ഒരു സൂപ്പർ കണ്ടക്ടർ മെയ്സ്നർ അവസ്ഥയിലാണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും.
അതായത് കാന്തികക്ഷേത്രം കുറവാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കാന്തികക്ഷേത്രം ഇല്ല, അങ്ങനെയുള്ള ഒരു സൂപ്പർ കണ്ടക്ടർ അവസ്ഥ അത് ഏത് സ്റ്റേറ്റിലാണെന്ന് ചോദിച്ചാൽ അത് മെയ്സ്നർ അവസ്ഥയിലാണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, നമ്മൾ ഈ പറഞ്ഞ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂ അല്ലെങ്കിൽ കാന്തിക ക്ഷേത്രത്തിൻ്റെ വില നമ്മൾ കൂടുതൽ കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ ഈ മെയ്സ്നർ അവസ്ഥ നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങളിൽ നമുക്ക് വരാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് എന്തുമായി ബന്ധപ്പെട്ടതാണ് ഈ പറയുന്ന മെയ്സ്നർ പ്രഭാവം. അപ്പോൾ മെയ്സ്നർ പ്രഭാവം എന്തുമായി ബന്ധപ്പെട്ടതാണ്? സൂപ്പർ കണ്ടക്ടേഴ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്, മാഗ്നറ്റിക് പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ സൂപ്പർ കണ്ടക്ടറുകളുടെ അതിചാലകത അല്ലെങ്കിൽ അതിചാലക വസ്തുക്കളുടെ കാന്തികതയുമായി ബന്ധപ്പെട്ടതാണ് മെയ്സ്നർ പ്രഭാവം. അത് വേണമെങ്കിൽ പല രീതിയിൽ ചോദിക്കാം. കാന്തികതയുമായി ബന്ധപ്പെട്ടതാണെന്ന് പറയാം, അല്ലെങ്കിൽ താപചാലകതയുമായി ബന്ധപ്പെട്ടതാണെന്ന് പറയാം. ആ രീതിയിൽ എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ അത് കൃത്യമായിട്ട് നോക്കിക്കൊള്ളണം. ഒരു അതിചാലക വസ്തുവിൻ്റെ കാന്തികതയുമായി ബന്ധപ്പെട്ടതാണ് മെയ്സ്നർ പ്രഭാവം. അത് 1933 മെയ്സ്നറും ഒക്കൻഫെൽഡും കൂടിയാണ് കണ്ടെത്തിയത്. ഈ മെയ്സ്നർ പ്രഭാവത്തിൽ നമ്മൾ നോട്ട് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു ഫീൽഡ് വാല്യൂ എന്ന് പറയുന്നത് HC വാല്യൂ ആണ്. അതിൻ്റെ പേരാണ് ക്രിട്ടിക്കൽ ഓർ ത്രെഷോൾഡ് വാല്യൂ ഓഫ് ഫീൽഡ്. സോ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂ ആണ് ഈ പറഞ്ഞിരിക്കുന്ന HC വാല്യൂ എന്ന് ഓർക്കുക. ഈ പറയുന്ന ഒരു സൂപ്പർ കണ്ടക്ടർ അല്ലെങ്കിൽ അതിചാലകം എപ്പോഴാണ് അതിചാലകമായിട്ടിരിക്കുന്നത്? ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിന് താഴെയാണ് അതിചാലകമായിട്ട് ഇരിക്കുന്നത് എന്ന് ഓർക്കുക. ഏതെങ്കിലും തരത്തിലുള്ള കോഴ്സസിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതിയാകും. ഓക്കെ, അപ്പോൾ നമ്മുടെ മെയ്സ്നർ എഫക്റ്റുമായിട്ട് ബന്ധപ്പെട്ട മറ്റു ചില കാര്യങ്ങളാണ് നോക്കാനുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞു T greater than Tc എന്ന് പറഞ്ഞാൽ എന്താണ്? നോർമൽ ടെമ്പറേച്ചറാണ് അല്ലേ? ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിനേക്കാൾ കൂടിയൊരു താപനില. ആ താപനിലയിൽ എന്താണ് പ്രത്യേകത? നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇതിനെ പെനട്രേറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ ടെമ്പറേച്ചറിൻ്റെ വില ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ അല്ലെങ്കിൽ നിർണായക താപനിലയേക്കാൾ താഴ്ന്ന വാല്യൂവിലായിരിക്കുമ്പോൾ അത് സൂപ്പർ കണ്ടക്റ്റിംഗ് വസ്തുവാണ് അല്ലെങ്കിൽ അതിചാലക വസ്തുവാണ്. ആ സമയത്ത് ഈ അതിചാലക വസ്തുവിനുള്ള സവിശേഷത എന്ന് പറയുന്നത് അത് എന്ത് ചെയ്യും? പെർഫെക്റ്റ് ആയിട്ട് മെയ്സ്നർ എഫക്റ്റ് അല്ലെങ്കിൽ മെയ്സ്നർ സ്വഭാവം കാണിക്കുന്നവയാണ്, അല്ലെങ്കിൽ മെയ്സ്നർ പ്രഭാവം കാണിക്കുന്നതാണ്. അതായത് ഈ സൂപ്പർ കണ്ടക്ടറിൻ്റെ ഉള്ളിലൂടെ മാഗ്നറ്റിക് ലൈൻസ് കാന്തിക ക്ഷേത്രത്തിന് കടന്നു പോകാൻ സാധിക്കില്ല. അപ്പോൾ കാന്തിക ബലരേഖകൾ ഇതിലൂടെ കടന്നു പോകില്ല എന്ന് പറയുമ്പോൾ കാന്തിക മണ്ഡലത്തിൻ്റെ വാല്യൂ B = 0 ആയിരിക്കും. ഓക്കെ, മെയ്സ്നർ സ്റ്റേറ്റിലെ സൂപ്പർ കണ്ടക്ടറുകൾ തികഞ്ഞ ഡയാമാഗ്നറ്റിസം അല്ലെങ്കിൽ സൂപ്പർ ഡയാമാഗ്നറ്റിസം പ്രകടിപ്പിക്കുന്നവയാണ്. അപ്പോൾ അത് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അതായത് സൂപ്പർ കണ്ടക്ടേഴ്സ് താഴെ പറയുന്നവയിൽ ഏത് തരത്തിലുള്ള ഡയാമാഗ്നറ്റിസം കാണിക്കുന്നു എന്നാണ് ചോദിക്കുന്നത്. അതായത് മെയ്സ്നർ സ്റ്റേറ്റിലുള്ള ആൾക്കാരാണെങ്കിൽ അവർ പെർഫെക്റ്റ്ലി ഡയാമാഗ്നറ്റിക് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ അതിനകത്തുകൂടി കാന്തിക ബലരേഖകളെ കടത്തിവിടില്ല. അതായത് മൊത്തം കാന്തിക ക്ഷേത്രം അവയുടെ ഉള്ളിൽ 0 വളരെ അടുത്താണ്. അപ്പോൾ ഓൾമോസ്റ്റ് 0 ആയിരിക്കും. അതുകൊണ്ട് തന്നെ അതിനെ പെർഫെക്റ്റ്ലി ഡയാമാഗ്നറ്റിക് എന്നാണ് വിളിക്കുന്നത്. ഒരു സൂപ്പർ കണ്ടക്ടറിൻ്റെ യൂണിറ്റ് സെല്ലിനുള്ളിലെ ന്യൂട്രലൈസേഷൻ വഴി രൂപപ്പെടുന്ന സന്തുലിതാവസ്ഥയുടെ സ്വഭാവമാണ് ഈ പുറന്തള്ളലിനും അതിന് കാരണമായിട്ട് മാറുന്നത്. സോ ഒരു സൂപ്പർ കണ്ടക്ടർ, ആ സൂപ്പർ കണ്ടക്ടറിൻ്റെ യൂണിറ്റ് സെല്ലിനുള്ളിൽ ന്യൂട്രലൈസേഷൻ ഉണ്ട്. അങ്ങനെ ഉള്ള ന്യൂട്രലൈസേഷൻ വഴിയാണ് എന്ത് സംഭവിക്കുന്നത്? ഈ പറയുന്ന ഒരു പുറന്തള്ളൽ എന്ന് പറയുന്ന പ്രക്രിയ സാധ്യമാകുന്നതെന്ന് ഓർക്കുക. അപ്പോൾ മെയ്സ്നർ സ്റ്റേറ്റ്, ആ മെയ്സ്നർ സ്റ്റേറ്റിനകത്ത് കണ്ടക്ടേഴ്സ് ഒരു ഡയാമാഗ്നറ്റിസം ആണ് കാണിക്കുന്നത്. അതായത് അതിനുള്ളിൽ കാന്തിക മണ്ഡലത്തിൻ്റെ വാല്യൂ B = 0 ആയിരിക്കും. അപ്പോൾ എന്താണ് മെയ്സ്നർ എഫക്റ്റ് എന്നുള്ളത് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു.
കെമിസ്ട്രി ഫിസിക്സ് സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട കോമ്പറ്റീറ്റീവ് എക്സാംസിന് താല്പര്യമുള്ളവർ, ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ്. സോ താങ്ക് യു.